ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ വേദയുടെ അടുത്ത് വന്നിട്ട് വേദ ഗർഭിണിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് വേദയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വേദ കടന്നു പോകുന്നത്. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ശ്രീകാന്ത് വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ മാത്രമല്ലടാ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്, ഈ മലമുകളിൽ നിന്ന് 3നെയും അങ്ങ് പാതാളത്തിലേക്ക് വലിച്ചെറിയാനായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വേദയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ പുറത്ത് അച്ഛനും വർഗീസേട്ടനൊക്കെ കാത്തു നിൽക്കുകയാണ്. അന്നേരം ഡോക്ടർ വന്നിട്ട് പറയും, ബോഡി കൊണ്ടുപോകാൻ ആരും ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സംസ്കരിക്കാനുള്ള വഴി ഉണ്ടാക്കണം അച്ചോ. അന്നേരം അച്ഛൻ പറയും, വരട്ടെ, വേദയും വിക്രമിനെയും കണ്ടിട്ടാവാം അവസാന തീരുമാനം. ശരിയെന്നും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് അച്ഛനൊരു കോള് വരികയാണ് കേട്ടോ. വിക്രത്തിനെ പോലീസ് കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് അച്ഛൻ കേൾക്കുന്നത്. അച്ഛന് മറ്റുള്ളവരോടൊക്കെ പിന്നെ ആ ന്യൂസ് പറയാണ് വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. ആ സമയത്ത് മേരി ചേച്ചി പറയും, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അന്നേരം അച്ഛൻ ചോദിക്കും, വേദ എവിടെ, മുറിക്കകത്തുണ്ട് അച്ഛോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ റൂമിൽ വന്ന് നോക്കുമ്പം വേദയെ അവിടെ കാണാനില്ല. പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ പരസ്പരം നോക്കി എവിടെ പോയി എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് കോടതിയുടെ മുമ്പിൽ വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. വിക്രം വരുന്നതും കാത്ത് അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്മയാണെങ്കിൽ നല്ല കരച്ചിൽ കരയുന്നുണ്ട്. ശ്രീജയാണെങ്കിലോ കമലാമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്, കരയല്ല അമ്മയെന്നും പറഞ്ഞിട്ട്. ആ സമയത്ത് ജോസഫ് രാജേട്ടൻ്റെ അടുത്ത് പറയും, കാണാനില്ലല്ലോ രാജേട്ട, 11 മണിക്കല്ലേ കോടതി, വരും എന്ന് രാജേട്ടനും പറയും. ആ സമയത്ത് അവിടേക്ക് ശ്രീകാന്ത് കാറുമായിട്ട് വരികയാണ്. ശ്രീകാന്ത് കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പം വേദയുടെ അച്ഛന് പോലും നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ശ്രീകാന്ത് നേരെ അവരുടെ അടുത്തേക്ക് വരികയാണ്. വേദയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ മരുമോൻ എത്തിയില്ലേ, ഇത്തവണ ഒരു വേദയ്ക്കും അവനെ രക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, പോലീസിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അവൻ വർഷയുടെ അച്ഛനെ കൊന്നത്. പോലീസാണ് അതിന് സാക്ഷി. അത് കേൾക്കുമ്പോൾ മാഷ് പറയും, എന്ത് തെറ്റ് ചെയ്തിട്ടായാലും അവനൊരു ജീവൻ എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്ത് വിറ്റ് തൊലച്ചിട്ടായാലും അവനെ ഞാൻ രക്ഷിച്ചെടുക്കും. അന്നേരം വേദയുടെ അച്ഛൻ പറയാണ്, അക്കാര്യത്തിൽ മാഷ് ഒറ്റയ്ക്കല്ല, അവന് എതിരെയുള്ള നിന്റെ കളി ഇനി ഞാൻ സമ്മതിക്കില്ല ശ്രീകാന്ത്. അന്നേരം അച്ഛനാണെന്ന് പോലും നോക്കാതെ ശ്രീകാന്ത് പറയാണ്, യുവർ ഓണർ, നിങ്ങളുടെ സമ്മതം ഇനി ആർക്ക് വേണം. എന്നിട്ട് പറയാണ്, ഇതുവരെ ഞാൻ നടത്തിയത് കളിയുടെ മുന്നൊരുക്കായിരുന്നു. ശ്രീകാന്ത് ഇനി കളിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ കളിയിൽ എനിക്ക് കൂട്ടായിരിക്കേണ്ട ആളെ അവൻ ഇല്ലാതാക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദർശൻ വക്കീലിൻ്റെ കാറ് അവിടേക്ക് കടന്നു വരികയാണ്. അപ്പം ശ്രീകാന്ത് പറയാണ്, പകരം മറ്റൊരാളെ എനിക്ക് കൂട്ടായി കിട്ടി. എന്നിട്ട് ശ്രീകാന്ത് പറയാണ്, ഇത്രയും കാലം വിശ്വസിച്ച് കൂടെ നിന്ന ആള് അച്ഛനെ ചതിച്ചു കൊന്നുകളഞ്ഞു എന്നറിയുമ്പം ഏതൊരു മകനായാലും കാലുമാറും. അങ്ങനെയൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് വിശ്വസിക്കാനാവാതെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനിടയിലാണ് വേദ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അങ്ങനെ വേദ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ശ്രീകാന്ത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന കാഴ്ചയാണ് വേദ കാണുന്നത്. ആ സമയത്ത് വേദ ഒരു മരത്തിൻ്റെ മറവിൽ ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് അവർ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ അവൾ വയറിനിങ്ങനെ പിടിച്ചിട്ട് സങ്കടത്തോടെ ഇങ്ങനെ വയറ് തടവുന്നുണ്ട്, ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോഴാണ് ദർശന് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച വേദ കാണുന്നത്. ആ സമയത്ത് ദർശനെ കാണുമ്പം വേദ മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ദർശനെ കാണണം, കാര്യങ്ങളൊക്കെ ദർശൻ്റെ അടുത്ത് സംസാരിക്കണം എന്നിങ്ങനെ കരുതി മുന്നോട്ട് വരുന്ന സമയത്താണ് ശ്രീകാന്ത് ദർശനുമായിട്ട് ഇങ്ങനെ കൂട്ടാവുന്നതും കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയൊക്കെ വേദ കാണുന്നത്. ആ കാഴ്ച കണ്ടപ്പം വേദയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. കാരണം ഇനി എന്ത് ചെയ്യണം, ഇനി ആര് എന്നെ സഹായിക്കാനുണ്ടാവും എന്നൊന്നും അറിയാതെ വേദ ഇങ്ങനെ അമ്പരപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ ദർശൻ വക്കീൽ നേരെ മറ്റുള്ളവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ എന്നും വേദയ്ക്കൊപ്പം കൂട്ടായിരുന്നു, അവളുടെ കൂടെ എന്നും നിന്നിട്ടുള്ളൂ. എന്ന് എൻ്റെ അമ്മയെ വിധവയാക്കിയോ അന്ന് മുതൽ ഞാൻ വേദയ്ക്കെതിരാണ്. അന്നേരം വേദയുടെ അച്ഛൻ അത് ദർശൻ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് ദർശൻ പറയും, എനിക്കിനി ഒന്നും കേൾക്കണ്ട അങ്കിൾ, കാര്യങ്ങൾ അതിൻ്റെ സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ വേദയുടെ അച്ഛൻ ഇങ്ങനെ കോടതിയുടെ വരാന്തയിൽ നിൽക്കുന്ന സമയത്ത് വേദ അവിടേക്ക് കടന്നു വരികയായിരുന്നു. ആ സമയം ശ്രീകാന്ത് വരുന്നത് കണ്ടിട്ട് വേദ പിന്നെ ഒന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് അച്ഛൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് എല്ലാ കാലത്തും വേദയായിരുന്നു വലുത്, എല്ലാം അവൾക്ക്, എല്ലാ സമ്പാദ്യവും അവൾക്ക്. മുത്തച്ഛൻ്റെ കാലശേഷം എല്ലാറ്റിനുള്ള അവകാശം വേദയ്ക്കാണെന്ന് എഴുതി വെച്ചത് നിങ്ങളുടെ കുരുട്ടുബുദ്ധിയാണെന്ന് ഞങ്ങൾക്കറിയാം.
എല്ലാം അവൾക്ക് എഴുതി വെച്ചപ്പം മറ്റു 2 മക്കളുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണമായിരുന്നു. അന്നേരം ശ്രീകാന്തിനോട് അച്ഛൻ പറയാണ്, എല്ലാ സ്ഥാപനത്തിൻ്റെയും 20% ലാഭവിഹിതം നിനക്കും ദീപ്തിക്കും ഉള്ളതായിരുന്നു. അന്നേരം ശ്രീകാന്ത് പറയാണ്, പക്ഷേ ഉടമസ്ഥാവകാശം അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും. ഞാൻ വെറും നടത്തിപ്പുകാരൻ. ആ സമയത്ത് അച്ഛൻ പറയാണ്, എൻ്റെ ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം ഞാൻ നിനക്കും ദീപ്തിക്കും തന്നെയല്ലേ എഴുതി വെച്ചത്. ഞാൻ ആരോടും പക്ഷഭേദം കാണിച്ചിട്ടില്ല. നിനക്കിതെല്ലാം ഓതി തന്നത് ആ ചന്ദ്രശേഖരനാണ്. അപ്പം വേദയെ ദർശനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആലോചിച്ചതും ഈ സ്വത്തൊക്കെ മോഹിച്ചിട്ടാണ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയാണ്, അതിനെന്താ സംശയം? അതുകൊണ്ടല്ലേ അതിനിടയിൽ വന്നു കയറി ആ തെണ്ടിയെ കൊന്നു കളയാൻ ഞാനും കൂടിയത്. അന്നേരം വേദയുടെ അച്ഛൻ പറയണേ, എന്നിട്ട് എന്തുണ്ടായി? അവനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നിനക്ക് സാധിച്ചോ? നീ നോക്കിക്കോ, ഈ കോടതിയിൽ നിന്നും അവനെ എങ്ങനെയെങ്കിലും ഞാൻ പുറത്തിറക്കും. ഇനി നീ നോക്കിക്കോ, അവനിനി എൻ്റെ മരുമകനായി ജീവിക്കും എന്നൊക്കെ മോൻ്റെ അടുത്ത് ഇങ്ങനെ അച്ഛന് വാദിക്കുകയാണ്. ഇനി നീ ഒരു സ്വത്തും അനുഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയാണ്, അതിനു മുമ്പ് നിങ്ങളുടെ മകളെ ഞാൻ അങ്ങ് കൊന്നു കളയും. അന്നേരം ജഡ്ജി സ്വന്തം മകനാണോ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ വിശ്വസിക്കാനാവാതെ ശ്രീകാന്ത് എന്ന് വിളിക്കുകയാണ് കേട്ടോ. ആ സമയം ശ്രീകാന്ത് പറയാണ്, ഇത് കോടതിയാണ്, അധികം ഡ്രാമയൊന്നും കളിക്കണ്ട. ആ സമയത്ത് നമ്മുടെ വേദ അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് കരച്ചിലടക്കാനാവുന്നില്ല. സ്വന്തം കൂടപ്പിറപ്പ് ഇത്രത്തോളം അധപ്പതിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ കരഞ്ഞു നിൽക്കുന്നത് കാഴ്ചയാണ് കാണുന്നത്. എന്നിട്ട് ശ്രീകാന്ത് പറയാണ്, കുട്ടിക്കാലത്ത് മുത്തശ്ശി ഓരോ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കംസൻ്റെ കഥ കേൾക്കാനായിരുന്നു. ആ കഥയിൽ ശ്രീകൃഷ്ണൻ കംസനെ കൊന്ന കഥയല്ല എനിക്ക് കേൾക്കേണ്ടിയിരുന്നത്. തൻ്റെ സഹോദരിയുടെ പുത്രൻ എന്നെ കംസനെ വധിക്കും, അന്തകനാക്കും എന്നുള്ള ആ ഒരു കഥ ഉണ്ടല്ലോ, അത് കേൾക്കാനായിരുന്നു എനിക്ക്. ഇതേ സമയം കോടതിയിൽ ജാമ്യം നിഷേധിക്കുകയാണ് കേട്ടോ വിക്രമിന്. 11 ദിവസം റിമാൻഡിൽ സബ് ജയിലിലേക്ക് അയക്കുകയാണ്. ഈ വരുന്ന 18-ാം തീയതിയാണ് അടുത്ത വാദം എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ശങ്കരനാരായണൻ മാഷെടുത്ത് പറയാണ്, ഇതൊന്നും കേട്ട് മാഷ് പേടിക്കണ്ട, നമുക്ക് എന്തായാലും അപ്പീലിന് പോവാം എന്ന് പറയണേ. അങ്ങനെ വിക്രം വരുന്ന സമയത്ത് എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് വിക്രം വേദയെ അന്വേഷിക്കുകയാണ്, വേദ എന്തേ എന്ന് ചോദിച്ചിട്ട്. അന്നേരം ശങ്കരനാരായണൻ പറയാണ്, വേദ ഹോസ്പിറ്റലിലാണ്, വേദ എത്തിയിട്ടില്ല, വേദ എത്തിയാൽ ജയിലിൽ വന്നിട്ട് നിന്നെ കണ്ടോളും എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ശങ്കരനാരായണൻ പറയണേ, ഇനി മോൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമിനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് മാഷ് പറയും, ഏതറ്റം വരെ പോയാലും നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിച്ചെടുക്കും എന്നൊക്കെ വിക്രമിൻ്റെ അടുത്ത് പറയും. ആ സമയത്ത് ശ്രീനിവാസനും അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശ്രീനിവാസും വിക്രമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പുളിക്കനെയും വരുണിനെയും ഇല്ലാതാക്കിയത് ഇവരാണല്ലേ, ആ തെളിവ് അനിയൻകുട്ടനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കൂലേ അനിയൻകുട്ടനെയും കൊന്നത് എന്നൊക്കെ വിക്രമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം ശ്രീനിവാസിൻ്റെ അടുത്ത് വിക്രം പറയാണ്, സാറ് എന്തായാലും വേദയെ കൂട്ടി ജയിലിലേക്ക് വരണം, എനിക്ക് വേദയെ കാണണം, കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറയാണ്. പുറത്ത് വന്നാൽ അവരോട് എങ്ങനെ പ്രതികാരം ചെയ്യാം എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് വേണ്ട, ഇനി നിയമത്തിൻ്റെ വഴി മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് ഇങ്ങനെ വിക്രം പറയാണ്. ആ സമയത്ത് ശങ്കരനാരായണൻ പറയാണ്, ഞാൻ VRS എടുക്കാൻ പോവുകയാണ്, പക്ഷെ അതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ കോട്ടിടും, എനിക്കിനി 2 മക്കളല്ല 3 മക്കളാണ്, അത് 3ാമത് നീയാണ് എന്നൊക്കെ വിക്രമിൻ്റെ അടുത്ത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ വേദ ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. വേദയ്ക്ക് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ വിക്രം പോകുന്ന വഴിക്ക് രാജേട്ടൻ്റെ അടുത്ത് പറയും, സോറി രാജേട്ടാ, എനിക്ക് അനിയൻകുട്ടനെ അവനെ രക്ഷിക്കാനായില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ വിക്രം വണ്ടിയിൽ കയറുന്ന സമയത്ത് ദർശൻ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ദർശനെ കണ്ടിട്ട് വിക്രം ദർശൻ എന്ന് വിളിക്കുകയാണ്. അന്നേരം ദർശൻ പറയാണ്, ഇനി ആരൊക്കെ വിചാരിച്ചാലും നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, എൻ്റെ അച്ഛനെ കൊന്നത് നീയാണെങ്കിൽ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദർശൻ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ വിക്രമിനാണെങ്കിലോ ഭയങ്കര സങ്കടമാവാണ് അതൊക്കെ കേൾക്കുമ്പോൾ. വേദയാണെങ്കിലോ പിന്നെ നേരെ വന്നിട്ട് ഒരു ഓട്ടോയിൽ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ കയറുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന്. വേദയ്ക്കാണെങ്കിൽ എവിടേക്ക് പോകണം എന്നുള്ള ഒരു രൂപം കിട്ടുന്നുമില്ല. അപ്പോൾ അയാൾ ചോദിക്കും, റെയിൽവേ സ്റ്റേഷനിലേക്കാണോ പോകേണ്ടത്? അതെ അവിടേക്ക് തന്നെയെന്ന് വേദ പറയുകയാണേ. അങ്ങനെ വേദ അങ്ങനെ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്, വിക്രമാണെങ്കിൽ വണ്ടിയിൽ പോകുന്നുണ്ട്. രണ്ടാളും ഒരേ റൂട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. വേദയാണെങ്കിലോ അങ്ങനെ ഓട്ടോയിൽ പോകുന്ന സമയത്ത് വിക്രമിനെ കണ്ടത് കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാലയിടുന്നതും ആ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക.
അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് വരുന്ന സമയത്ത് വണ്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. തൊട്ടടുത്തുണ്ടായിട്ടും രണ്ടുപേർക്കും കാണാൻ പറ്റാത്തൊരു രീതിയിലാണ് കേട്ടോ കടന്നു പോകുന്നത്. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ക്ലൈമാക്സ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി മെയ് 18 മുതൽ സീസൺ 2 തുടങ്ങുമെന്നാണ് നമ്മളെ ഏഷ്യാനെറ്റ് പറയുന്നത്. 18 മുതൽ സീസൺ 2 തുടങ്ങിയാൽ ഉറപ്പായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനിടയിൽ സീരിയലിൻ്റെ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് കടന്നു വരാം. അപ്പോൾ പവിത്രം സീസൺ 2 നമ്മളെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.